ഹായ്, ഞാൻ മനീഷ് മദനൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി മുതൽ ഞാൻ വീഡിയോ എടുത്തോളെന്ന് 2-3 വീഡിയോയ്ക്ക് മുന്നേ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട്. പേര് പറഞ്ഞ് വീഡിയോ ഇടുന്നത് ബോറായി തുടങ്ങി, പേരിൻ്റെ മനീഷ് എന്ന് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് യൂട്യൂബിൽ ഞാൻ കണ്ടു. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത് പറയാനാണ് എനിക്കാഗ്രഹം. എൻ്റെ പാസ്പോർട്ടിൽ മനീഷ് മദൻ എന്ന് തന്നെ പേര്, ബാക്കി എല്ലാ ഐഡിയിലും മനീഷ് എം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ മനീഷ് മദൻ എന്നും, ഞാൻ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പം ഗൾഫിൽ മിക്കവരും മനീഷ് മദൻ എന്ന് തന്നെ കൂട്ടി തന്നെ എന്നെ വിളിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കാൻ പോയപ്പം പേര് നമ്മളവിടെ കൊടുക്കണം. പേര് കൊടുക്കുമ്പം എൻ്റെ പേര് മനീഷ് എന്ന് മാത്രം കൊടുക്കാൻ പാടില്ല. കാര്യം അവർ പറയാറുണ്ട്, കാര്യം പേരിനൊരു പവർ വേണം, ഒരു പഞ്ച് വേണം, കേൾക്കുമ്പോൾ ഒരു സുഖം വേണം. അപ്പം മനീഷ് എന്ന് മാത്രം അങ്ങനെ ആരും കൊടുക്കാറില്ല. മിക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും ചെയ്യുന്നത് അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഒന്നീ സ്ഥലപ്പേര് ചേർക്കും, അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ അവരുടെ അച്ഛൻ്റെ പേര് ചേർത്താണ് പറയാറ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ ചേർത്തതിൽ എനിക്കൊരു സങ്കടവുമില്ല, ഒരു വിഷമവുമില്ല. കാര്യം എൻ്റെ അച്ഛൻ്റെ പേര് മദനൻ എന്നാണ്. മനീഷ് മദൻ എന്ന് കേൾക്കാൻ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെ ആദ്യത്തെ ഹീറോ എൻ്റെ അച്ഛനാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണ്. അവരവരുടെ ആദ്യത്തെ ഹീറോ അവരുടെ അച്ഛനായിരിക്കും. എൻ്റെ മോൻ്റെ ഹീറോ എപ്പോഴും ഞാനാണ്. അവനെപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിലെപ്പോഴും പറയും, അച്ഛനെപ്പോലെ മുടി വെട്ടണം, അച്ഛനെപ്പോലെ നടക്കണം എന്നൊക്കെ എൻ്റെ മോൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 4 വയസ്സേ ആയിട്ടുള്ളവന്. അങ്ങനെയാണ് എല്ലാ ആൺമക്കൾക്കും അവർ അച്ഛന്മാരെപ്പോഴും അവർക്ക് ഹീറോ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോ തന്നെ. എൻ്റെ അച്ഛൻ കാരണമാണ് ഒരുപക്ഷെ ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അഭിമാനമാണ്. അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ട്. അതുകൊണ്ട് മനീഷ് മദൻ എന്ന് ചേർക്കുന്നതിൽ എനിക്കൊരു വിഷമമില്ല. ഞാനിനി അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇടും. ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകണ്ട. എൻ്റെ ഇഷ്ടമാണല്ലേ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യും. ഓക്കെ, ടാറ്റാ.